ഹലോ ഗൈസ്, പ്രാങ്കസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ ഗൈസ് ഇത് കണ്ടോ, ബാക്കിൽ ഒരു വലിയ ഗാർഡൻ അല്ല, കുറേ പച്ചക്കറി ചെടികളും കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. സോ ഇതിനെക്കുറിച്ച് എന്തൊക്കെ വളമാണ് കൊടുക്കുന്നത് അങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ്. സോ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ പോണത് ഗാലറി യൂട്യൂബാക്കിയ അനിയത്തിക്കുട്ടിയാണ് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് വന്നാണ്. ആ വീഡിയോ ഡിലീറ്റ് ആക്കിയതിൻ്റെ കാരണം എന്താ, ചില കാര്യങ്ങൾ അതിൽ തെറ്റിപ്പോയി, അതുകൊണ്ട് ഡിലീറ്റ് ആയി കളഞ്ഞു. എന്തായാലും നമ്മൾ അതൊന്നുകൂടി റീക്രിയേറ്റ് ചെയ്യുന്നതാണ് കേസ്. ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത് ഇവളാണ്, ഗാലറി യൂട്യൂബാക്കി അനിയത്തിക്കുട്ടി. അപ്പോൾ അതേ സമയം നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് വേണ്ട നമ്മുടെ നല്ല വിജയമുണ്ട്, നല്ല കിടിലം വിജയല്ലേ. ഫ്രക്ക് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കാണുന്നത്. വലിയൊരു, അത്രയ്ക്ക് വലിയ വ്യൂ ഒന്നുമല്ല, ചെറിയൊരു വ്യൂ ആണ്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ചെറിയ പയറാണ്, ഫുള്ള് ഫ്രണ്ടിൽ പയറാണ്, ഫുള്ള് അല്ലേ, ഫുള്ള് പയറാണ്. ഫുള്ള് പയറാണ് ഫ്രണ്ടിൽ. അതിൽ ഒരെണ്ണത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പടർന്ന് ഇത് ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. മിക്ക ആൾക്കാരും വീട്ടിൽ വളർത്തുന്ന സാധനമാണ് ഇപ്പോൾ ഫാഷൻ ഫ്രൂട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കോളിഫ്ലവർ ഉണ്ട്. ഇത് കോളിഫ്ലവർ അല്ലേ? കോളിഫ്ലവർ ഉണ്ട്, ക്യാബേജ് ഉണ്ട്. ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇല വരുന്നതേ ഉള്ളൂ. രണ്ട് ക്യാബേജും ഉണ്ട്, രണ്ടല്ല 4 ക്യാബേജും ഉണ്ട്. മുന്നിലത്തെ മൊത്തം ക്യാബേജ്, ബാക്കിലത്തെ മൊത്തം അങ്ങനെയാണല്ലേ. ഓക്കെ അപ്പോൾ ഇതെന്താ? ഇതെന്ന് വെച്ചാൽ നമ്മുടെ കുമ്പളാണ്. ഇതിൻ്റെ വളങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മെരട്ടെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും. കുറച്ച് വേസ്റ്റുകളുണ്ട്. ചാണകം, പശുവിടെ ചാണകം നന്നായിട്ട് വെള്ളത്തിൽ കലക്കി അതൊഴിക്കും. പിന്നെ ഞങ്ങൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കോളിഫ്ലവറിലും പിന്നെ കേബേജിലും എല്ലാം ഉള്ളത്. പിന്നെ ഉള്ളത് തക്കാളി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ തക്കാളി ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇലയൊക്കെ വളർന്ന് മേലെ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഈ ഭാഗം മാത്രം, ഈ ഭാഗത്തെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിലേക്ക് കൊണ്ടേ നേരെ ഇങ്ങോട്ട് പോകാം. അപ്പോൾ അതെ, ഇവിടെ കുറേ ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ട്. എത്ര എണ്ണമുണ്ട്? 3 3 6 6 6 3 9 9 3 12 ബാഗ് ഇവിടെ ഉണ്ട്. ഇതിൽ ആദ്യം ഞങ്ങൾ നിറച്ചത് മണലാണ്. പിന്നെ കുറച്ച് ചാണകം ഇട്ടിട്ടുണ്ട്, കലക്കാത്ത ചാണകം തന്നെയാണ്. പിന്നെ കുറച്ച് ചമ്മൽ, പിന്നെ നമ്മുടെ കത്തിച്ച എന്താ പറയുക, ഇലകൾ കത്തിച്ച വെണ്ണീര് ഇതിലുണ്ട്. അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഗ്രോ ബാഗിൽ നിറച്ചത്. ഇനി ഇത് ഉണ്ടായിട്ട് വരണം. എന്താ ഈ കുഴിച്ചിട്ട്? ഇതിൽ രണ്ടെണ്ണത്തിലും കുഴിച്ചിട്ടത് തക്കാളിയാണ്. അതിൽ കുഴിച്ചിട്ടിട്ടുള്ളൂ, വിത്താന്നും മുളച്ച് വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇഞ്ചി നിങ്ങൾക്ക് കാണാൻ നോക്കിക്കോതാ. നമ്മൾ ആദ്യം ഒരു കവറിൽ ഒരു 4 ഇഞ്ചി എറ്റാൻ കുഴിച്ചിട്ടിരുന്നു. അതിങ്ങനെ ഓരോരോ ഇതിനധികം വളം ചേർക്കാതെ തന്നെ അത് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇല ഉള്ളത്. പിന്നെ നമുക്ക് കാണാനുള്ളത് ഇങ്ങോട്ട് കയറി പോവാണ് ഏശ്, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാണ്. ഇവിടെ ഉണ്ട് കേട്ടോ കുറേ തക്കാളി, എന്താ മുളകോ, എന്താ മുളകല്ലേ, മുളക് സൂം ചെയ്ത് കാണിച്ചു തരാം. അത് ഈ ഉള്ളിലേക്ക് പോകണ്ടേ, ചിലപ്പോഴാണുള്ളൂ കേട്ടോ. അതെ, മുളക് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മുളക് ഇവിടെ ഉണ്ട്. ഈ വെയിലിനുള്ളിൽ കെട്ടി വെച്ച കാരണം, ഇങ്ങനെ വെയിലിനുള്ളിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയിലേക്ക് ഇങ്ങനെ താങ്ങി നിൽക്കും ഇതിൻ്റെ ഇലകൾ. അതുകൊണ്ടാണ് ഇങ്ങനെ താങ്ങി വെച്ചത്. ഇതിൽ നിറച്ച് കായ്കളുണ്ടായിരുന്നു, ഉപ്പൊക്കെ പറിച്ച് കഴിഞ്ഞതാണ്. പിന്നെ ഇതിന് ഇയാൾ വേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യലുണ്ട്. പിന്നെ ഒരു ചീര ഉണ്ട് ഇവിടെ, അത് താനേ പൊട്ടി മുളച്ചതാണ്, കാട്ടു ചീര. പിന്നെ കാണിക്കാൻ എന്താ ഉള്ളത്, അതിൻ്റെ പേര് അത് വഴുതനയാണ്. ഇതും അതേപോലെ തന്നെ വേസ്റ്റ്, എല്ലാത്തിലും കൊടുക്കാറുള്ളത് വേസ്റ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്, വേറെ ഒന്നും കൊടുക്കുക. ക്യാറി അടുത്ത് വല്ലതും അല്ലേ, ക്യാറി അടുത്ത് വല്ലതും ഗൈസ്. അപ്പോൾ ഇവിടെ കറ്റാർ വാഴയാണിത്. ചെറിയൊരു കറ്റാർ വാഴയാണ്, ഇത് മുളച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 കറ്റാർ വാഴ ഞങ്ങൾ ചാക്കിൽ കുഴിച്ചിട്ടുണ്ട്, അവിടെ ഉണ്ടായി വരുന്നുണ്ട്.
പിന്നെ ഇവിടെ ഇഞ്ചിയാണ് ഗൈസ്. ഇതും അതും എല്ലാം ഇഞ്ചിയാണ് ഗൈസ്. ഇത് ഇഞ്ചിയാണ്, ഇത് കണ്ടോ. ആ ഗൈസ്, ഇതിലേറ്റവും കൂടുതൽ വലുതായതും കുറേ കായ്കളുണ്ടായതും ഫാഷൻ ഫ്രൂട്ടാണ്. ഇത് അധികം ആൾക്കാരും വളർത്തുന്ന സാധനമാണ് ഫാഷൻ ഫ്രൂട്ട്. കായൊക്കെ ഞങ്ങൾ പറിച്ച് കഴിച്ചു. അയ്യോ, പറിച്ച് കഴിച്ചു ഗൈസ്. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു പക്ഷെ പറിച്ച് കഴിച്ചു ഗൈസ്. പറിച്ച് കഴിച്ചു. എത്ര കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? പക്ഷെ അത് ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ ദേശ് ഇവിടെ ഉണ്ട്. ഇത് വലിയ ചെടിയുടെ കൂമ്പാരമൊന്നും അല്ലാതെ ഇവിടെ ഒരു എന്താ മുല്ലുണ്ട്. പിന്നെ ഇതെന്താ, ഇതിൻ്റെ പേര് 10 മണി എന്നാണ്. ഇതിൻ്റെ പൂവ് കണ്ടാൽ നിങ്ങൾക്ക് തിരിയും. ഇതിട്ടാൽ വെള്ളമുണ്ട്, മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതെണ്ണും. പിന്നെ ഇതൊക്കെ ചെടികളാണ്, സാധാ ചെടികൾ, പേരൊന്നുമില്ല. ആ ചെടികൾ ഇതെന്നാ, അത് നമ്മൾ വീടിൻ്റെ മേലെ തൂക്കിയിരുന്നത് ഉണ്ടാവില്ലേ, നമ്മൾ ഇതിൽ തൂക്കിയിരുന്നത്. പിന്നെ അത് ചെട്ടികളൊക്കെയാണ്, ചെട്ടി അതൊക്കെയാണ് അതിൻ്റെ പൂക്കളാണ്. ഓറഞ്ച് മഞ്ഞൊക്കെ. റോസാപ്പൂ ഉണ്ടായിരുന്നു, അതവിടെ പോയി. റോസാപ്പൂ കൊഴിഞ്ഞ് വീണുപോയി. കുറച്ച് കാലം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ. റോസാപ്പൂവിൻ്റെ ഒരു ചെടിയാണിത്. റോസാപ്പൂ ഉണ്ട്. അപ്പോൾ ഈ മീനിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ അതേ കണ്ടോ കറ്റാർ വാഴ. 3 കറ്റാർ വാഴ, രണ്ടാമത്തെയാണിത്. പിന്നെ ഇത് മാത്രമല്ല, മൂന്നാമത്തെ എന്ന് പറയുന്നത് ടയറിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടതേ മുട്ടത്തോടും കാര്യങ്ങളൊക്കെ ഇട്ടൊരു സംഭവമാണിത്. കണ്ടോ, ചേരിയും വെച്ചാൽ ചേരിച്ചവറ്, മുട്ടേൻ്റെ തോട്, പഴത്തോട്, ഇതൊക്കെ ഇതിന് നല്ലതാണ്. പിന്നെ വെള്ളം ഇതിന് നല്ലതാണ്. നല്ല ചേരിച്ചവറ്. നമ്മളിങ്ങോട്ട് ഇരിക്കുമ്പോൾ കുറേ സംഭവങ്ങൾ, കുറേ നല്ല കുറച്ചുള്ളൂ ഇവിടെ ഒരു റൗണ്ടിൽ. പിന്നെ കടയിൽ നിന്ന് കിട്ടുന്നത് പച്ചമുളകാണിത്. ഇതുമേൽ കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളക് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഏകദേശം എല്ലാം ഒന്ന് സെറ്റായി വരണം, അപ്പോൾ പറിക്കാം. പിന്നെ എന്താ മുരിങ്ങയുണ്ട്. മുരിങ്ങ ശരിക്കും കേട്ടില്ല. പിന്നെ അവിടുത്തെ ഓരോരോ സാധനങ്ങൾ, അങ്ങനത്തെ ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ചേമ്പോ അങ്ങനത്തെ സാധനമാണ്. ഇങ്ങനത്തെ ഒരു, പിന്നെ കറിവേപ്പില അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരെയും കാത്തിരിക്കാൻ നിൽക്കണ്ട, ഒരു വിഷമവും എനിക്കില്ല. പോയി ഡിസ്ലൈക്ക് ചെയ്തോ, ഒരു പ്രശ്നമില്ല. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, അതിനെനിക്ക് വിഷമം ഉണ്ടാവും കമൻറ്റ് ചെയ്തില്ലെങ്കിൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ ഓൾ എന്നുള്ള എനബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഇല്ലേ, തറവാട് കാണിക്കാമെന്ന് പറഞ്ഞാൽ, അത് ഡിലീറ്റ് ആക്കിയില്ലേ. അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാനാണ്. എഡിറ്റിങ്ങിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായി, ചില കാര്യങ്ങൾ പ്രശ്നമുണ്ടായി. സോ അതൊന്ന് തിരുത്തിയിട്ട് നമ്മൾ നാളെ ഒന്ന് റീക്രിയേറ്റ് അല്ലെങ്കിൽ റീഷൂട്ട് ചെയ്യും. എന്നിട്ട് നാളെ അപ്ലോഡ് ചെയ്യാമെന്നായിരിക്കും. സോ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇവിടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.